ഈ താറാവും കുഞ്ഞുങ്ങളെ കാണാൻ എന്ത് ക്യൂട്ടല്ലേ, എന്ത് രസമല്ലേ. ഇതുപോലെ 1000 ഡേ ഓൾഡ് താറാവും കുഞ്ഞുങ്ങളെ ഫാമിലിറക്കി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ താറാവ് മുട്ട ഇടാൻ തുടങ്ങി. അപ്പോൾ ആവശ്യക്കാർ മുട്ട കൊണ്ടുപോകുന്നതിലിടയ്ക്ക് ചില സുഹൃത്തുക്കൾ താറാവ് കുഞ്ഞുങ്ങൾ ഉണ്ടോയെന്നും കൂടി ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന താറാവ് മുട്ടയിൽ നിന്ന് കുറച്ച് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 26-27 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ താറാവ് എന്ത് ചെയ്ത് താറാവ് മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിരിഞ്ഞിറങ്ങുന്ന താറാവും കുഞ്ഞുങ്ങളുടെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ താറാവും കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് വേറൊരു ബ്രൂഡറിലേക്കാണ് മാറ്റി വെക്കുന്നത്. അവിടെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇവർക്ക് കുടിക്കാൻ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണം സ്റ്റാർട്ടറാണ് തുടക്കത്തിൽ കൊടുക്കുന്നത്. പിന്നീട് ഇവരെ നമുക്ക് വലിയ കൂട്ടിലേക്ക് മാറ്റാം. വലിയ കൂട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർക്ക് ചൂട് വേണ്ട സമയത്ത് ബൾബിൻ്റെ ചോട്ട് അവർ പോയിരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അവർക്ക് തീറ്റ എടുക്കാനും അതുപോലത്തെ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ഓടി നടന്നുള്ളൂ. പിന്നീട് ഈ വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടിൽ തന്നെയാണ് കുറച്ച് കാലം നമ്മൾ ഇടുന്നത് സേഫ് ആയിട്ടുള്ള കാര്യം. കാരണം പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീരിയോ അല്ലെങ്കിൽ പട്ടിയോ മറ്റൊക്കെ വന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടിലിട്ട് വളർത്തിയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 20-21 ദിവസം പ്രായമായിട്ടുള്ള താറാവ് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനോ അല്ലെങ്കിൽ വേലി കെട്ടിയിട്ടുള്ള ചുറ്റും വേലിയൊക്കെ കെട്ടിയ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരൊക്കെ തുറന്നു വിട്ടിട്ട് തന്നെ വളർത്താവുന്നതുമാണ്.